ിലേക്ക് സ്വാഗതം. മാതൃഭൂമി ദിനപത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇ ഡി വരും ശബരിമലയ്ക്ക് എന്നുള്ള തലക്കെട്ടിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. കേസെടുക്കാൻ ഇ ഡിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ആദ്യത്തെ വാർത്തയായി, പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റിനാണ് കേന്ദ്രം ഇത്തരത്തിൽ അനുമതി നൽകിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് തീരുമാനിച്ച ശേഷം ഇ ഡി കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ലക്ഷ്യമിട്ടത് വൻ കൊള്ളയാണ് എന്നുള്ളത് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ പത്മകുമാറിനെതിരെ രൂക്ഷമായിട്ടുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ തട്ടിപ്പുകളെല്ലാം തന്നെ പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് നടപ്പിലാക്കിയത് എന്നുള്ളതായിരുന്നു പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിച്ചത്. ശ്രീകോവിലിലെ മറ്റ് സ്വർണ്ണപ്പാളികൾ കവരാനും പദ്ധതിയിട്ടിരുന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. അവർ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല ശ്രീകോവിലിലെ മറ്റ് സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കാനും പദ്ധതിയിട്ടിരുന്നുവെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട്. കേസിലെ 13ാം പ്രതി സ്വർണ്ണ വ്യാപാരിയായ കർണാടക സ്വദേശി ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയെ എതിർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ S ശശിധരൻ നൽകിയ വിശദീകരണത്തിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം എന്നുള്ളതും ആ റിപ്പോർട്ടിലുണ്ട്. എല്ലാം പത്മകുമാർ അറിഞ്ഞ് എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ നൽകിയ ഫയലിൽ ആ രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബോർഡിൻ്റെ നോട്ടിൽ പിത്തള എന്നെഴുതിയത് വെട്ടിയാണ് ചെമ്പ് പാളികൾ എന്ന് എഴുതിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വാതിൽപ്പാളികൾ കൊടുത്തുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇത്. ഒപ്പം തന്നെ ടൈപ്പ് ചെയ്തിരുന്ന വരികളിലെ തെറ്റ് തിരുത്തി കൈയക്ഷരത്തിൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ പത്മകുമാറിൻ്റെ അറിവോടുകൂടിയാണ് ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയിൽ ഉള്ളത്. രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ മരണമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഒന്ന് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് കൽമാഡിയുടെ മരണം. ഒപ്പം തന്നെ ഉച്ചയോടുകൂടി മുൻ മന്ത്രിയും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവുമായ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും മരണം ഇന്നലെ സംഭവിച്ചിരുന്നു. അദ്ദേഹം കുറേ കാലങ്ങളായി ചികിത്സയിലായിരുന്നു. രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം 4 തവണയോളം MLA ആയി ജയിച്ചു വന്നയാളാണ്. 2 തവണ UDFൻ്റെ മന്ത്രിയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പാണ് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട അഴിമതിയിലാണ് പ്രത്യേകമായും അദ്ദേഹം ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിലൊരു കളങ്കമായി തന്നെ അത് കിടക്കുന്നത്. പക്ഷേ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയ, നിരവധി പാലങ്ങൾ, റോഡുകളൊക്കെ തന്നെയും നിർമ്മിച്ച ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്നതും പ്രത്യേകമായി അടയാളപ്പെടുത്തേണ്ടതാണ്. ഒപ്പം തൊഴിലാളി നേതാവ് എന്ന നിലയിൽ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചാണ് അദ്ദേഹം ആ നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉന്നതമായ നിലയിലേക്ക് എത്തിയത് എന്നതും. സുരേഷ് കൽമാഡിയുടെയും മരണം ഇന്നലെയായിരുന്നു. 81 വയസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മുൻ കേന്ദ്രമന്ത്രിയാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. 81 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. പൂനെയിലെ ആശുപത്രിയിലായിരുന്നു, ചികിത്സയിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ആറുവരി ദേശീയപാത ബൈക്കിനും ഓട്ടോയ്ക്കും നോ എൻട്രി എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. സംസ്ഥാനത്തെ 6 വരി ഹൈവേകളിൽ അപകടം ഒഴിവാക്കാൻ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന് ഈ ഓട്ടോറിക്ഷകൾക്കും ബൈക്കിനും ഇരുചക്ര വാഹനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാകും ദേശീയപാതയിൽ കയറാൻ അനുവദിക്കുക. റോഡ് അപകട നിരക്ക് കൂടിയ സാഹചര്യത്തിൽ ആ ഒരു പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ AI ക്യാമറയുടെ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്താനായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് പിന്നാലെ ദേശീയപാതകളിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. കാറുകൾ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ അമിത വേഗം തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈവേകളിൽ ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാകില്ല. സർവീസ് റോഡുകൾ നിർത്തേണ്ടി വരും. ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ മാനദണ്ഡ പ്രകാരം ദേശീയപാതയിൽ ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവാദമില്ല. നിലവിലുള്ള സ്റ്റോപ്പുകൾ
ഒഴിവാക്കും എന്നുള്ള കാര്യവും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ തന്നെ വിശ്രമ കേന്ദ്രം പരിമിതമായിരിക്കും. നിലവിൽ ദേശീയപാത 66 കാര്യമാണ്. ദേശീയപാത 66 പരിമിതമായിട്ടുള്ള വിശ്രമ സൗകര്യം മാത്രമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ട്രക്ക് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യം ഓരോ 80 കിലോമീറ്ററിനുള്ളിലും ഒരുക്കേണ്ടതുണ്ട്. സ്ഥല ദൗർലഭ്യമാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത് എന്നതും ആ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ കണ്ട ഒരു വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആനയുടെ അടുത്തേക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് എത്തുന്ന ഒരു അച്ഛൻ്റെ കൈവിട്ട കളി ആണ് നമ്മൾ ഇന്നലെ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ദൃശ്യമാധ്യമങ്ങൾ ഇന്നലെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. പാപ്പാനെ കൊന്ന ആനയ്ക്ക് മുന്നിൽ അച്ഛൻ്റെ കൈവിട്ട കളി, കുഞ്ഞ് രക്ഷപ്പെട്ടത് കഷ്ടിച്ച് എന്നുള്ളതാണ് മാതൃഭൂമി ആ വാർത്ത ആ നിലയ്ക്കാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ ആനയുടെ കൊമ്പിൽ ഇരുത്താനുള്ള ശ്രമത്തിനിടയിൽ ആന ഈ കുഞ്ഞ് കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നതിൻ്റെ അതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് അത് ഈ ഫോട്ടോ ഈ വാർത്തയോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. പാപ്പാനെ കൊന്നതിനാൽ 4 മാസമായി തളച്ചിരിക്കുന്ന ആനയ്ക്ക് മുമ്പിൽ രണ്ടാം പാപ്പാൻ്റെ സഹായി നടത്തിയ കൈവിട്ട കളിയിൽ അദ്ദേഹത്തിൻ്റെ പിഞ്ചു കുഞ്ഞ് രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. കൊമ്പിൽ തട്ടി ആനയുടെ കാൽക്കിലേക്ക് വീണ കുഞ്ഞിനെ അച്ഛൻ തന്നെ പെട്ടെന്ന് എടുത്തു മാറ്റുകയായിരുന്നു. പ്രകോപനം ഉണ്ടായിട്ടും ആന പ്രതികരിക്കാഞ്ഞതിനാൽ ദുരന്തം ഒഴിവാവുകയായിരുന്നു. ഇതിൻ്റെ വീഡിയോ ചൊവ്വാഴ്ച പുറത്തു വരികയും ചെയ്തു എന്നുള്ളതാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ വലിയ കൊട്ടാരം വളപ്പിൽ ഞായറാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിലെ ആന സ്കന്ദൻ്റെ രണ്ടാം പാപ്പൻ ജിതിൻ രാജിൻ്റെ സഹായി കൊട്ടിയം സ്വദേശിയായിട്ടുള്ള അഭിലാഷാണ് കുഞ്ഞുമായി ആനക്കരയിൽ അപകടകരമായിട്ടുള്ള അഭ്യാസം കാട്ടിയത്. കുഞ്ഞിൻ്റെ ചോറൂണ് അന്ന് ക്ഷേത്രത്തിലായിരുന്നു. തുടർന്ന് കുഞ്ഞുമായി അഭിലാഷ് ആനയുടെ അടുത്തെത്തുകയായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ആനയെ ഉമ്മ വെപ്പിച്ചു, ഭക്ഷണവും കൊടുപ്പിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആനയുടെ അടിയിലൂടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആനയുടെ കൊമ്പിൽ ഈ കുഞ്ഞിനെ ഇരുത്തുന്നത്. ആ സമയത്താണ് കുഞ്ഞ് താഴേക്ക് വീഴുന്നത്. ആനയുടെ കാൽച്ചുവട്ടിൽ വീഴുന്ന കുഞ്ഞിനെ ജിതിൻ തന്നെ പെട്ടെന്ന് എടുക്കുകയായിരുന്നു. എന്തായാലും ഒരു വലിയ ദുരന്തമാണ് അവിടെ മാറിയത്. ആന ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളൊക്കെ ഉണ്ടായിട്ടും ആന ഒരു തരത്തിലുള്ള പ്രതികരണത്തിലേക്കും വരാതിരുന്നതാണ് ഈ ഒരു ദുരന്തം ഒഴിവാക്കി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നതാണ്. ആനയ്ക്കുണ്ടായിട്ടുള്ള ഒരു മാനസിക നില പോലും ഇത് ചെയ്യുന്ന ആളുകൾക്കില്ലല്ലോ എന്നുള്ളതാണ് സ്വാഭാവികമായും ചിന്തിച്ചു പോകുന്നത്. ഉൾപേജിലേക്ക് വന്നാൽ അബുദാബിയിൽ AI പ്രവർത്തിക്കുന്ന പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. എമിറേറ്റിലെ പ്രധാന പ്രദേശങ്ങളിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നു. ഉപയോക്താക്കളുടെ സാലിക് അക്കൗണ്ടുകളിൽ നിന്നുമായിരിക്കും ഈ പാർക്കിംഗ് ഫീസ് സ്വമേധയാ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാർക്കിങ്ങിന് ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സമയനഷ്ടമൊക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഗുണകരമായിട്ടുള്ള കാര്യമായി അടയാളപ്പെടുത്തുന്നത്. ഇന്നലെ നമ്മളും ആ വാർത്ത നൽകിയിരുന്നു. അപ്പം തന്നെ ഷാർജയിൽ അറബി കവിതോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന 22ാമത് ഷാർജ അറബി കവിതോത്സവത്തിനാണ് തുടക്കമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ചടങ്ങിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ലോക ആയുഷ് സമ്മേളനം ദുബായിൽ നടക്കും. അടുത്ത മാസം 15 മുതൽ 17 വരെ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് പരിപാടി നടക്കുക. ദുബായിൽ 4 പുതിയ ബസ് റൂട്ടുകൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഈ ഗൾഫ് വർത്തമാനം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. പൊതുഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 4 പുതിയ ബസ് റൂട്ടുകൾ കൂടി അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ എമിറേറ്റിൽ 70ലേറെ റൂട്ടുകളിൽ പൊതുഗതാഗതം പരിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതും ആ വാർത്തയിൽ തന്നെയുണ്ട്. അമിതവണ്ണക്കാർ കുറഞ്ഞു. പുകവലിയിൽ 2.4% കുറവ്. ദേശീയ ആരോഗ്യ സർവേയുടെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മാതൃശിശു ആരോഗ്യ കാര്യങ്ങളിൽ നേട്ടം എന്നുള്ളതും വാർത്തയോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അബുദാബിയിൽ വാഹനാപകടം, 4 സഹോദരങ്ങൾക്കും ദുബായിൽ അന്ത്യനിദ്ര എന്നുള്ളതാണ്. ഇന്നലെ വളരെ ഹൃദയഭേദകമായി നമ്മൾ കണ്ട ദൃശ്യമായിരുന്നു. 4 കുഞ്ഞുങ്ങളുടെ മൃതസംസ്കാരം എന്ന് പറയുന്നത്. 100 കണക്കിന് ആളുകളാണ് ആ ഒരു സംസ്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയത് എന്നുള്ളതാണ്. അവരുടെ അപകടത്തിൽ അച്ഛനും അമ്മയും ഒക്കെ തന്നെയും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇന്നലെ അച്ഛൻ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകാൻ ആശുപത്രിയിൽ നിന്നും എത്തുകയും ചെയ്തിരുന്നു. അമ്മയോട് ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് കുഞ്ഞുങ്ങളുടെ മരണകാര്യം
അറിയിച്ചത്. KSRTC പുക പരിശോധനയിൽ ക്രമക്കേട് എന്നുള്ള ഒരു വാർത്തയുണ്ട്. നടപടിയെടുക്കാതെ MVD ഒതുക്കത്തിൽ തീർക്കാൻ ശ്രമം എന്നുള്ളതും ആ വാർത്തയുടെ മറ്റ് ബുള്ളറ്റ് പോയിന്റുകളായി തന്നെ നൽകിയിട്ടുണ്ട്. പരിശോധന നടത്താതെ ബസ്സുകൾക്ക് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകിയ KSRTCയുടെ വാഹന പരിശോധനാ കേന്ദ്രത്തിനെതിരെ നടപടിയെടുക്കാതെ മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച വിവരം രേഖകൾ സഹിതം പുറത്ത് വന്നെങ്കിലും ക്രമക്കേട് ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ എന്നുള്ളതാണ്. ഒപ്പം ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒറ്റ ദിവസം 13 കോടി രൂപ വരുമാനമുണ്ടാക്കിയ ഒരു സാഹചര്യം കൂടി KSRTCക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞിരുന്ന KSRTC ആണിപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ നേട്ടത്തിലേക്കൊക്കെ എത്തുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള ചില പോരായ്മകൾ കൂടി പരിഹരിച്ച് അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. അസാധാരണം മനസാന്നിധ്യം. കാസർഗോഡ് നഗരത്തിൽ ചൊവ്വാഴ്ച രാവിലെ ലോറിയുടെ ടയറിൽ കുടുങ്ങി സ്കൂട്ടർ യാത്രക്കാരൻ കാൽ നഷ്ടമായ അപകടത്തിന് ദൃക്സാക്ഷിയായ മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ രാമനാഥ് പൈ സംഭവം വിവരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു അപകടം, ലോറിയുടെ അടിയിലേക്ക് ഈ സ്കൂട്ടർ യാത്രക്കാരൻ കയറി അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ്. ഒപ്പം തന്നെ അതിൻ്റെ വാർത്തയുമാണ് അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. ദേശീയ കടുവ കണക്കെടുപ്പ് ഗുജറാത്തിനെയും സിക്കിമിനെയും ഉൾപ്പെടുത്തിയേക്കും എന്നുള്ളതാണ്. കണക്കെടുപ്പിൻ്റെ 6ാം പതിപ്പ് തുടങ്ങാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയായത് നൽകിയിരിക്കുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ നെല്ല് സംഭരണത്തിൽ ശുഭപ്രതീക്ഷ എന്നുള്ളതാണ് എഡിറ്റോറിയലിൽ മാതൃഭൂമി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഓരോ സീസണിലും കൊയ്ത്തു തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ സ്വകാര്യ മില്ലുകളുമൊക്കെയായി തന്നെ ചർച്ചകൾ നടക്കുക. പക്ഷേ ഇത്തവണ അതിന് മാറ്റം വന്നിട്ടുണ്ട്. നെല്ല് സംഭരിച്ചാൽ ഉടനടി പണം എന്നുള്ളതാണ് നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നെല്ലിന് ഈ താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മെച്ചപ്പെട്ട ഒരു നില നൽകണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് ഈ കാര്യം തന്നെയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അത് വേഗം തന്നെ സംഭരിക്കും, ഒപ്പം തന്നെ അതിൻ്റെ പണം കൊടുക്കും, സംഭരണ തുകയിൽ വ്യത്യാസം വരുത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയലിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിലേക്കൊക്കെ തന്നെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഒപ്പം തന്നെ അവരുടെ യോഗങ്ങളൊക്കെ തന്നെയും നേതൃയോഗങ്ങളൊക്കെ തന്നെയും വയനാട്ടിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായ രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ, ചില കണ്ടെത്തലുകളൊക്കെ തന്നെ അവർ നടത്തിയവർ സ്വാഭാവികമായും മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. അപ്പോൾ LDFും സമാനമായ രീതിയിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുകയാണ്. മുന്നണിയിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം, 2 തവണ ടേം ആർക്കൊക്കെ അതിൽ ഇളവ് വരുത്തണം, ഒപ്പം തന്നെ ഒറ്റത്തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ചിലരെയൊക്കെ ഒഴിവാക്കി നിർത്തേണ്ട സാഹചര്യങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പാർട്ടികളും മുന്നണികളും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു നില കൂടിയാണ്. എന്തായാലും ആ ഒരു ആവേശത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വാർത്തയും വീക്ഷണവും എന്നുള്ള പേജിൽ ഇത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് മാതൃഭൂമി. അതിൻ്റെ സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ആഷസ് പരമ്പരയുടെ അവസാന ടെസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഇന്നലെ വലിയ ഒരു ടോട്ടലിലേക്ക് അവരെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 518 റൺസ് എടുത്ത ഒരു നിലയിലായിരുന്നു. അവർ 7 വിക്കറ്റ് നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. 134 റൺസിൻ്റെ ലീഡ് ഇന്നലെ തന്നെ സ്വന്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കോറുകളിലൊക്കെ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ട്രാവിസ് ഹെഡിൻ്റെ സെഞ്ചുറി തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ സ്റ്റീവ് സ്മിത്തിൻ്റെ സെഞ്ചുറിയും അതും ആഘോഷിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സ്മിത്ത് 2026 സെഞ്ചുറിയോടുകൂടി തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു പലരും അതിൽ ആ ഒരു സംഭവത്തിൽ അതിനെ വിശേഷിപ്പിച്ചത്. കാരണം കുറച്ച് കാലങ്ങളായി ഒരു ഫോം ഔട്ടിൻ്റെയൊക്കെ തന്നെ ഒരു നിലയിൽ സ്മിത്ത് നിൽക്കുകയായിരുന്നു. സ്മിത്തിൻ്റെ ഒരു തിരിച്ചുവരവിനുള്ളൊരു വഴിയായിരിക്കും ആഷസ് എന്നുള്ളതാണ് പലരും വിലയിരുത്തിയിരുന്നത്. എന്തായാലും അവസാന ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം സെഞ്ചുറിയോടുകൂടി തന്നെ തൻ്റെ ആ ഒരു പ്രതാപകാലത്തേക്ക് അദ്ദേഹം മടങ്ങി വരുന്നു എന്നുള്ള സൂചന കൂടിയാണ് നൽകുന്നത്.
കേരളത്തിന് ഇന്നലെ 4ാം ജയം സ്വന്തമാക്കിയ ദിവസം കൂടിയായിരുന്നു. വിഷ്ണുവിൻ്റെ വെടിക്കെട്ടാണ് അതിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ പുതുച്ചേരിയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്താൻ സഹായിച്ചത് എന്നുള്ളതാണ്. വിനോദ് 162 റൺസാണ് എടുത്തത്. കേവലം 84 പന്തുകൾ മാത്രം നേരിട്ടുകൊണ്ടാണ് ആ ഒരു വലിയ സ്കോറിലേക്ക് എത്തിയത്. 14 സിക്സ് ആ ഇന്നിങ്സിലുണ്ടായിരുന്നു. അതൊരു പുതിയ റെക്കോർഡ് കൂടിയാണ് എന്നതും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ഇന്നിങ്സ്, അത് കേരളത്തിന് 4ാമത് ജയം ഒരു ഇന്നിങ്സിലൂടെ തന്നെ സ്വന്തമാക്കാനും കഴിഞ്ഞു. ബംഗ്ലാദേശ് 2020 മത്സരവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ കളിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. സുരക്ഷയാണ് പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത്. മുസ്തഫിസുറിനെ IPL നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ICC പക്ഷേ ഈ ഒരു തീരുമാനം ICCയെ ബംഗ്ലാദേശ് അറിയിച്ചിരുന്നു. പക്ഷേ അത് ICC പൂർണ്ണമായും ആ ഒരു ആവശ്യത്തെ, അതായത് ശ്രീലങ്കയിലേക്ക് മത്സരം നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും അവർ ഉന്നയിച്ചിരുന്നത്. അതിന് ആ ഒരു ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ICC സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് BCCIയുടെ ഒരു വലിയ അപ്രമാദിത്വം തന്നെയാണ്. ജയ്ഷയാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാൾ കൂടി അവിടെ ഉള്ളത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള. സ്വാഭാവികമായിട്ടും ആ ഒരു നിലയിലേക്ക് തന്നെ ആ ഒരു ആവശ്യത്തെ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നത് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വെനസ്വേലയിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രഖ്യാപനം അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മച്ചാഡോ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ വാർത്ത വിദേശം പേജിൽ നൽകിയിട്ടുണ്ട്. വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നടക്കുന്നതാണ്. ആഗോള തലത്തിൽ തന്നെ അതൊരു വലിയ ഇഷ്യൂ ആയി മാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവായിട്ടുള്ള മച്ചാഡോ ആവശ്യപ്പെടുന്നത്. ആ ഒരു വിഷയമാണ് പ്രധാനമായും ആ വാർത്തയിൽ, ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാധ്യമം ദിനപത്രത്തിലെ വാർത്തയിലേക്ക് പോയെന്നാൽ, വൻ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചനയുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് SIT സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനപ്പെട്ട വാർത്ത അവർ തയ്യാറാക്കിയിരിക്കുന്നത്. കുറ്റകൃത്യം ഒളിപ്പിക്കുന്നതിന് ബംഗളൂരുവിൽ പ്രതികളുടെ രഹസ്യ ഗൂഢാലോചന നടന്നു. ശ്രീകോവിലിലെ മറ്റ് സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കാൻ ശ്രമം നടന്നു. സ്വർണം ദുരുപയോഗം ചെയ്യാൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സഹായമുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണവിവരം അറിയിച്ചിട്ടുള്ള വാർത്ത അതും ഒന്നാമത്തെ പേജിൽ തന്നെയുണ്ട്. സുരേഷ് കൽമാഡിയുടെ മരണവും വാർത്തയായി തന്നെ, പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ SIR പൗരത്വ പട്ടിക പോലെ അല്ല എന്നുള്ള ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വ്യാജ പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെൻറ്റ്, അംഗീകൃത ഏജൻസികൾ വഴി മാത്രം ജോലിക്കാരെ നിയമിക്കണമെന്ന് പോലീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ, ഇൻഡോറിലെ മലിനജല ദുരന്തം ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ശുചിത്വ നഗരത്തിലെ ഇത്തരം ഒരു ജല ദുരന്തം സംഭവിച്ചെങ്കിൽ രാജ്യത്തെ മറ്റു നഗരങ്ങളിലെ ജലവിതരണ സംവിധാനങ്ങൾ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്, സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് മാധ്യമം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്നുള്ളതാണ് ഇൻഡോറിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് പലപ്പോഴും. ആ ഒരു നഗരത്തിലാണ് ഇത്തരത്തിൽ മലിനജലം ഉണ്ടാക്കുകയും തുടർന്ന് നിരവധി ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെടുകയും ഇന്നലെ കൂടി 38 പേരോളം ആശുപത്രിയിലേക്ക് ഈ ചികിത്സയ്ക്ക് തേടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തത്. പക്ഷേ അവിടെ ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള നഗരത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യൻ നഗരങ്ങളുടെ അവസ്ഥ എത്രമാത്രം പരിതാപകരമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. കായികം പേജിൽ ഇത്തരത്തിൽ വിജയ് ഹസാരെ ട്രോഫിയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. വിഷ്ണു വിനോദിൻ്റെ സെഞ്ചുറി തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത്. കേരളം ഇന്നലെ ജയിച്ച് കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ മാതൃഭൂമിയിൽ കണ്ട റിപ്പോർട്ടിന് സമാനമായ രീതിയിൽ തന്നെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റീവൻ ഹെഡ് എന്നുള്ളതാണ് ആഷസിൻ്റെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഉള്ള, അല്ലെങ്കിൽ ഇന്നലത്തെ ഓസ്ട്രേലിയയുടെ മികച്ച ആ ഒരു മുന്നേറ്റത്തിന് നൽകിയിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത്. എന്തായാലും
മാധ്യമം എപ്പോഴും ആ നിലയ്ക്ക് ഹെഡിങ്ങുകൾ, വാർത്തയുടെ ഹെഡിങ്ങുകൾ മനോഹരമാക്കുന്നതിനുള്ള ശ്രമം സ്വാഭാവികമായും മാധ്യമം നടത്താറുണ്ട്. അത് ഈ ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റീവ് സ്മിത്തും ഒപ്പം തന്നെ മാത്യു ഒപ്പം തന്നെ ട്രാവിസ് ഹെഡും ഇത്തരത്തിൽ സെഞ്ചുറി നേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ ആണ് ശരിക്കും അവരുടെ രണ്ടുപേരുടെ ഇന്നിങ്സ് തന്നെയാണ് ഓസ്ട്രേലിയക്ക് മികച്ച ഒരു സ്കോർ കണ്ടെത്താനുള്ള സാധിച്ചത്. അതും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.